സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. തിരിച്ചടിക്ക് ഇറാൻ ഒരു കുറവും വരുത്തുന്നില്ല. ഇങ്ങോട്ട് 20 കേന്ദ്രങ്ങളെ ആക്രമിച്ചെങ്കിൽ അമേരിക്കയുടെ 21 കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയിലെ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും ഇറാൻ തകർത്തു എന്നാണ് റിപ്പോർട്ട്. ഒപ്പം അമേരിക്കയുടെ ഒരു ഡ്രോണിനെ കൂടി ഇറാൻ വെടിവെച്ചിട്ടു. അമേരിക്കയ്ക്ക് സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ പശ്ചിമേഷ്യ വിട്ടുപോകണമെന്ന് അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമൂസിൽ അനധികൃത നിരീക്ഷണത്തിന് വന്ന അമേരിക്കയുടെ കരുത്തനായ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ തകർത്തു എന്ന് പറഞ്ഞാണ് അമേരിക്ക ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത്. അത്യാധുനിക ഹെലികോപ്റ്റർ വെറുമൊരു ഡ്രോൺ തട്ടി തകർന്നതാണ് അമേരിക്കയ്ക്ക് നാണക്കേടായത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഹെലികോപ്റ്ററിനെ വീഴ്ത്തിയെന്നാരോപിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത്. ഒട്ടും മടിക്കാതെ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. അതേസമയം അമേരിക്ക മനഃപൂർവ്വം ജലസംഭരണികളെ ലക്ഷ്യം വെച്ചെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വയം രക്ഷാർത്ഥം നടത്തിയ ആനുപാതികമായ പ്രത്യാക്രമണം മാത്രമായിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. അല്ലാതെ ജലസംഭരണികളെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും അമേരിക്ക വിശദീകരിക്കുന്നു. എന്തായാലും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നാണ് ഇറാൻ വിപ്ലവ സേന മുന്നറിയിപ്പ് നൽകുന്നത്. അടിയും തിരിച്ചടിയുമായി ഇറാനും അമേരിക്കയും വീണ്ടും വീണ്ടും കൊമ്പ് കോർക്കുമ്പോൾ പ്രവചനാതീതമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത്. നിലവിലെ സാഹചര്യം നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. ജോർദാനിലും ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിലെ 21 കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. ഇതിലൂടെ അമേരിക്കയ്ക്ക് കനത്ത നാശം തങ്ങൾ വിതച്ചു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ജോർദാനിലെ അൽ അസ്രഖ് US വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ വ്യോമത്താവളത്തിൽ 4 തന്ത്രപ്രധാന സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തകർത്തു എന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിക്കുന്നത്. ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിച്ചുവെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അൽ അസ്രഖ് വ്യോമത്താവളത്തിൽ ഉള്ള അത്യാധുനികമായ F-35 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകൾ ആക്രമണത്തിൽ നശിപ്പിച്ചു. ഒപ്പം ഇവിടെ തന്നെയുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പൂർണ്ണമായും തകർത്തതായും ഇറാൻ സേന അറിയിക്കുന്നു. ഇതിനെ കുട്ടികളെ കൊല്ലുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ കമാൻഡ് സെന്റർ എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഈ വ്യോമത്താവള സമുച്ചയത്തിന്റെ ഭാഗമായ മുവാഫക് സാൽത്തി മേഖലയിൽ ഉൾപ്പെടെ 4 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാൻ നാശനഷ്ടം വരുത്തിയത് എന്നാണ് ഇറാന്റെ ഇസ്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിനിടെ അമേരിക്കയുടെ ഒരു സൈനിക ഡ്രോൺ വെടിവെച്ചിട്ടു എന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ മനാമയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ 5ാം കപ്പൽപ്പട അവിടെ അതിൻ്റെ ആസ്ഥാനത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും ഇറാൻ വിപ്ലവ സേന അവകാശപ്പെടുന്നു. ഇറാന്റെ അത്യാധുനികമായ ഷഹീദ് 136 വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു മനാമയിൽ ആക്രമണം നടത്തിയത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ നാവിക പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ താവളത്തിന്റെ പ്രധാന കെട്ടിട സമുച്ചയത്തിൽ തങ്ങളുടെ ഡ്രോണുകൾ നേരിട്ട് പതിച്ചുവെന്നും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ CCTV ദൃശ്യങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക പ്രകോപനം തുടർന്നാൽ ഇതിലും മാരകമായ തിരിച്ചടി ബഹ്റൈനിലെ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ അമേരിക്കൻ വ്യോമത്താവളം പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. അതീവ തന്ത്രപ്രധാനമായ അലി അൽസലേം വ്യോമത്താവളത്തിന് നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണം കൃത്യമായ ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ താവളത്തിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമ നീക്കങ്ങളും ഡ്രോൺ പ്രവർത്തനങ്ങളും പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ഇറാന് സാധിച്ചു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാൻ അമേരിക്കയുടെ 21 കേന്ദ്രങ്ങളെ ഒന്നും ലക്ഷ്യമിട്ടിട്ടില്ല എന്നും ഇറാന്റെ ആക്രമണം ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുമാണ് പതിവ് പോലെ അമേരിക്ക പറയുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം മിസൈലുകളെയും തകർത്തുവെന്നും ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുമാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. ഇതിനൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച MQ-09 റീപ്പർ ഡ്രോണും ഇറാൻ വെടിവെച്ചിട്ടത്. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ബുഷഹറിലെ ജാം നഗരത്തിന് മുകളിൽ വ്യോമ അതിർത്തിയിൽ വെച്ചാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടത് എന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇരുപക്ഷവും തമ്മിൽ വ്യോമാക്രമണം നടക്കുന്നതിനിടയിൽ യുദ്ധമേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കാനും ഇടപെടാനും ശ്രമിച്ചതിനെ തുടർന്നാണ് ഡ്രോണിനെ മിസൈൽ ഉപയോഗിച്ച് തകർത്തത് എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും വൈകാതെ പുറത്തുവിടുമെന്നും ഇറാൻ പറയുന്നു.
അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും മാരകമായ ഡ്രോണുകളിൽ ഒന്നാണ് നമുക്കറിയാം MQ-9 റീപ്പർ ഡ്രോണുകൾ. നിരീക്ഷണങ്ങൾ നടത്താനും ഒപ്പം ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ മിസൈൽ ആക്രമണം നടത്താനും ശേഷിയുള്ള വലിയ ഡ്രോണാണിത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതിനകം തന്നെ അമേരിക്കയുടെ 30ഓളം റീപ്പർ ഡ്രോണുകളെ ഇറാൻ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ യുദ്ധത്തിലെ നഷ്ടങ്ങളുടെ കണക്ക് ഇങ്ങനെ കൂടുകയാണ് എന്ന് പറയാം. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ നഷ്ടമാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. ഇറാന്റെ ഷഹീദ് ഡ്രോണുമായി കൂട്ടിയിടിച്ചാണ് ഹെലികോപ്റ്റർ തകർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് പറയുന്നത് ഇറാൻ അത് മനഃപൂർവ്വം തകർത്തു എന്നാണ്. ഇറാൻ തങ്ങളുടെ ഹെലികോപ്റ്ററിനെ വെടിവെച്ചിട്ടു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ട്രംപ് അങ്ങനെ പറഞ്ഞതിന് ശേഷം വ്യക്തമാക്കിയത് ഒരു ഇറാന്റെ വൺ വേ അറ്റാക്ക് ഡ്രോൺ ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ്. എന്നാൽ ഈ കൂട്ടിയിടി ഡ്രോൺ പൈലറ്റ് മനഃപൂർവ്വം ലക്ഷ്യം വെച്ച് ചെയ്തതാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ് അമേരിക്കയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുവരെ ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. മാത്രമല്ല ഇതൊരു അപകടമാണെന്നുള്ള രീതിയിലാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ തുടരുന്ന വിദേശ സൈന്യങ്ങൾ അവരുടെ സ്വന്തം പിഴവ് കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പരസ്പരമുള്ള വെടിവെപ്പുകൾക്കിടയിൽ പെട്ടോ എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നാണ് അരാക്ചി പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലാശയമല്ല, അത് ഇറാനും ഒമാനും പങ്കിടുന്ന ഒന്നാണ്. അമേരിക്കൻ തീരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള സ്ഥലമാണ് ഹോർമുസ്. സുരക്ഷിതമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രദേശം, അതായത് പശ്ചിമേഷ്യ, അമേരിക്ക ഉടൻ വിട്ടുപോകണമെന്നും അരാക്ചി ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടന്ന വിദേശ ശക്തികളുടെ ദയനീയമായ അന്ത്യത്തിന്റെ ചരിത്രം പേർഷ്യൻ ഗൾഫിനുണ്ട് എന്നും അരാക്ചി ഓർമ്മിപ്പിച്ചു. അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് പൂർണ്ണ അവകാശമുണ്ട്. US നടത്തുന്നത് ആക്രമണവും അതിന് ഇറാൻ നൽകുന്നത് സ്വയം രക്ഷയ്ക്കുള്ള മറുപടിയുമാണ് എന്നും അരാക്ചി പറഞ്ഞു. യുദ്ധകളത്തിൽ പരാജയങ്ങൾ നേരിട്ടിട്ടും അമേരിക്ക വീണ്ടും ഇറാന്റെ ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കാനാണ് മുതിരുന്നത് എന്നാണ് അരാക്ചി കുറ്റപ്പെടുത്തിയത്. തങ്ങളുടെ ശക്തരായ സായുധ സേന ഒരു ഭീഷണിയും ആക്രമണവും മറുപടി നൽകാതെ വിടില്ല എന്നും അരാക്ചി കൂട്ടിച്ചേർക്കുന്നു. അതായത് ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടാണ് അബ്ബാസ് അരാക്ചിയും ഇറാനും പ്രഖ്യാപിക്കുന്നത് എന്നതുകൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇനി അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും മാരകവും അത്യാധുനികവുമായ ആക്രമണ ഹെലികോപ്റ്ററാണ് അമേരിക്കയുടെ AH-64 അപ്പാച്ചെ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. യുദ്ധകളത്തിൽ ശത്രുക്കളുടെ ടാങ്കുകളെയും സൈനിക വ്യൂഹങ്ങളെയും നിഷ്പ്രയാസം തകർക്കാൻ ശേഷിയുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പറക്കുന്ന ടാങ്ക് എന്നും വിളിക്കാറുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ മുൻഭാഗത്ത് താഴെയായി ഘടിപ്പിച്ചിരിക്കുന്ന 30 mm M230 ചെയിൻ ഗൺ, അതായത് വലിയൊരു ചെയിൻ ഗൺ, മിനിറ്റിൽ 625 റൗണ്ട് വെടിവെക്കാൻ ശേഷിയുള്ള ചെയിൻ ഗണ്ണാണ്. ഒരേ സമയം പല ലക്ഷ്യങ്ങളിലേക്ക് തൊടുക്കാവുന്ന 70 mm റോക്കറ്റുകളും അപ്പാച്ചെ ഹെലികോപ്റ്ററിലുണ്ട്. അപ്പാച്ചയുടെ പൈലറ്റ് ധരിക്കുന്ന ഹെൽമറ്റിനും വലിയ പ്രത്യേകതയുണ്ട്. അത് അത്യാധുനികമാണ് എന്ന് തന്നെ പറയാം. പൈലറ്റ് തൻ്റെ തല എങ്ങോട്ടാണോ തിരിക്കുന്നത് അതോടൊപ്പം ഹെലികോപ്റ്ററിൻ്റെ തോക്കും തനിയെ ആ ഭാഗത്തേക്ക് തിരിയും. പൈലറ്റിൻ്റെ കണ്ണുകൾ എവിടേക്കാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവിടേക്ക് കൃത്യമായി വെടിവെക്കാനും ഇതിലൂടെ സാധിക്കും. കട്ടിയുള്ള കവചമുള്ളത് കൊണ്ട് ശത്രുക്കളുടെ വെടിയുണ്ടകൾ ഏറ്റാലും അപ്പാച്ചയ്ക്ക് പെട്ടെന്ന് നാശനഷ്ടം സംഭവിക്കില്ല. ശത്രുക്കളുടെ റഡാറുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അത്യാധുനിക ജാമിംഗ് സംവിധാനവും അപ്പാച്ചയിലുണ്ട്. പകലും രാത്രിയും കടുത്ത മഞ്ഞിലോ പുകയിലോ ഒക്കെ ശത്രുക്കളെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് ക്യാമറകളും നൈറ്റ് വിഷൻ സംവിധാനങ്ങളും അപ്പാച്ചയ്ക്കുണ്ട്. ഇത്രയും പ്രത്യേകതയുള്ള അപ്പാച്ചെ ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ വീഴ്ത്തിയതാണ് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള അപ്പാച്ചയെ വെറും കുറച്ച് പണമുള്ള അല്ലെങ്കിൽ കുറച്ച് വിലയുള്ള ഇറാൻ്റെ ഡ്രോൺ വീഴ്ത്തിയതാണ് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ഇറാൻ്റെ 20 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഈ ആക്രമണങ്ങളിൽ അമേരിക്ക ഇറാനിലെ ജലസംഭരണികളെ ലക്ഷ്യം വെച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തെക്കൻ ഇറാനിലെ സിരിക്ക് നഗരത്തിൽ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പ്രധാന ജലസംഭരണികൾ തകർന്നതായി ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സിരിക്ക് കൗണ്ടിയിലെ ബെമാനിയിലുള്ള 500 ക്യൂബിക് മീറ്ററിൻ്റെയും 2000 ക്യൂബിക് മീറ്ററിൻ്റെയും
2 തന്ത്രപ്രധാന ജലസംഭരണികളാണ് പൂർണ്ണമായും തകർന്നത്. ഇതേ തുടർന്ന് മേഖലയിലെ നിരവധി ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടുവെന്ന് ഹോർമുസ്ഖാൻ പ്രവിശ്യയിലെ ജല അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക മനഃപൂർവ്വം തങ്ങളുടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുവെന്നും കുടിവെള്ള സ്രോതസ്സുകൾ തകർത്തത് കടുത്ത മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിലെ ഇറാൻ കോൺസുലേറ്റും ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ എന്നിവയായിരുന്നു തങ്ങൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് എന്നാണ്. ജലസംഭരണികൾ തകർന്നത് അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ നടപടിക്ക്, അതായത് ജലസംഭരണികൾ തകർത്ത നടപടിക്ക് ആനുപാതികമായ തിരിച്ചടി പ്രതീക്ഷിച്ചു കൊള്ളാനാണ് ഇറാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും തങ്ങളുടെ സ്വയം രക്ഷാർത്ഥമുള്ള ആക്രമണം അവസാനിപ്പിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ ഇനിയും തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന്, ഒരാഴ്ചയ്ക്കകം കരാർ ഉണ്ടാകുമെന്നുമാണ് ട്രംപ് വീണ്ടും അവകാശപ്പെടുന്നത്. നല്ലത് സംഭവിക്കട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം എങ്ങനെയൊക്കെ ആയി തീരും എന്ന് കണ്ടറിയേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.